ഹലോ എവറി വൺ. ഷെയ്ൻ നിഗം നായകനായി എത്തിയ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ബാൾട്ടിയുടെ റിവ്യൂ ആണ്. മാക്സിമം സ്പോയിലേഴ്സ് ഇല്ലാത്ത രീതിയിലാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. ഐ എം അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു മുഴുനീള ആക്ഷൻ മൂവിയാണ് ബാൾട്ടി. വേണമെങ്കിൽ RDXന്റെ ഒക്കെ ഒരു ലെവലിലേക്ക് എത്താവുന്ന ഒരു മൂവി ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിലെ ആ ഒരു അപാകത മൂവിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തോന്നും കബഡി സ്പോർട്സ് റിലേറ്റഡ് ആയിരിക്കാം മൂവി എന്ന്. പക്ഷേ കബഡിക്കൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല. ജസ്റ്റ് ആ സ്റ്റോറി ഒന്ന് ഡെവലപ്പ് ചെയ്യാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മുഴുനീള ഫൈറ്റ് സിനിമയാണെന്ന്. അപ്പോൾ ഈ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവാൻ ഒരു കാരണം വേണമല്ലോ. ആ കാരണമാണ് പലപ്പോഴും കബഡി അല്ലെങ്കിൽ ഇപ്പോൾ റൊമാൻസ് ആണെങ്കിൽ അങ്ങനെ ഓരോ കാരണങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. മൂവി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വഴിയിലിരുന്നടി, ഹോട്ടലിലടി, ലോഡ്ജിലടി, മൊത്തത്തിൽ അടിയാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഫൈറ്റ് കോറിയോഗ്രഫി അസലായിട്ടുണ്ട്. അത് ചെയ്തു ആരാണെന്ന് ഞാൻ നോക്കിയില്ല. പക്ഷേ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു റിപ്പീറ്റേഷനോ മടുപ്പോ ഒന്നും തോന്നാതെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫൈറ്റ് കോറിയോഗ്രഫി ആയിരുന്നു സിനിമയിലുടനീളം. മൂവിയുടെ ആ ഒരു ത്രെഡ് സ്റ്റോറി ലൈൻ ശരിക്കും നല്ലതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. പല ഭാഗങ്ങളിലും നമുക്ക് ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ഈ രീതിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയാനേ. അത്രയ്ക്ക് വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിങ് മൂവിയുടെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കേരള തമിഴ്നാട് ബോർഡറിലാണ് സിനിമ നടക്കുന്നത്. അവിടെ ഒരു 3 ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ചിലപ്പം ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഗാങ്സ്റ്റർ പൂർണിമ ഇന്ദ്രേത്താണ്, മറ്റൊരാൾ അൽഫോൺസ് പുത്രനും, മറ്റേത് ഒരു തമിഴ് നടനാണ് സെൽവരാഘവനോ എന്താണ് ആളുടെ പേര്. ഈ ഷെയ്ൻ നിഗം അവൻ്റെ ഒരു 3 ഫ്രണ്ട്സും ഉണ്ട്. ഇവർ കബഡി പ്ലെയേഴ്സാണ്. അതിൽ ഷെയ്ൻ്റെ എല്ലാവരും പൊതുവെ നല്ല ആക്ടിങ് ആയിരുന്നു. പക്ഷെ ഷെയ്ൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന കുമാർ എന്നാണ് ക്യാരക്ടറിൻ്റെ നെയിം. ആക്ടറിൻ്റെ പേര് ഭാഗ്യരാജ്, ശാന്തനു ഭാഗ്യരാജ് എന്നാണ്. പറയാതിരിക്കാൻ വയ്യ, അസലായിട്ടുള്ള അഭിനയമായിരുന്നു. പുള്ളിക്ക് ഷെയ്ൻ നിഗത്തിനെ പോലെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോളാണ്. അപ്പോൾ ഈ 3 ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽപ്പെട്ട് തല്ല് മേടിച്ചും തല്ല് കൊടുത്തുമൊക്കെ ആണ് കഥ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ബോർഡറിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ ക്യാരക്ടേഴ്സ് പിടിച്ചിരിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട്. ഒരു രക്ഷയില്ല. അത് നല്ല രസമുണ്ടായിരുന്നു. നമുക്കത് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നും. ഓരോരുത്തരും ഒരു പ്രത്യേക സ്ലാങ് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശാന്തനു എന്ന് പറഞ്ഞ ആളാണെങ്കിലും പിന്നെ ലീഡ് ആക്ട്രസ് പ്രീതി, ആളുടെ സ്ലാങ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. സിനിമയിൽ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ഓക്കെ ഫീലിംഗ് ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു 1 അവർ ആണെങ്കിൽ അതിലൊരു ഫസ്റ്റ് 30 മിനിറ്റ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മൾ ഒട്ടും ബോറടിക്കില്ല. പൊതുവേ ഏതൊരു മൂവിയുടെയും സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് ലാഗ് തോന്നുക. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ആദ്യത്തെ ടൈമൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ശരിക്കും സിനിമയിലങ്ങ് ഇൻവോൾവ് ആവും. നമുക്ക് തോന്നും ഇവന്മാർ എന്തായി കാണിക്കുന്നത്, ഇവന്മാർ 8ൻ്റെ പണി മേടിക്കുമല്ലോ എന്ന് നമുക്ക് തോന്നും. നമുക്ക് അത്രമാത്രം ഇൻവോൾവ് ആയിട്ട് നമുക്ക് ആ സിനിമ കാണാൻ പറ്റും. പക്ഷേ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് പലയിടത്തും ഒരു കണക്ഷൻ കിട്ടുന്നില്ല, ലോജിക്ക് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ആ അവസാന ഭാഗത്ത് പൂർണിമ ഇന്ദ്രേത്തിൻ്റെ ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു റിലവൻസ് കൊടുത്തിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു ഐഡിയ ആയിരുന്നു മൊത്തം ഈ ഒരു പ്ലേ എന്ന രീതിയിൽ കാണിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊക്കെ ഒരു കണക്റ്റ് ആയേനെ മൂവി. പക്ഷെ അവസാന ഭാഗത്തേക്ക് വന്നപ്പം എനിക്ക് തീരെ ഒരു ലോജിക്കും കിട്ടിയില്ല. പല സ്ഥലങ്ങളിലും ഈ ഷെയ്ൻ നിഗത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അവർ നല്ല പണി കിട്ടി പാനിക്കായിട്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഗാങ്സ്റ്ററിന് പണി കൊടുക്കാൻ പോകും. ലൈക്ക് അങ്ങനെ ഭയങ്കര പാനിക്കായിട്ടും എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ആരെങ്കിലും വേറൊരാൾക്ക് പണി കൊടുക്കാൻ പോവുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. അതുപോലെ കുറേ ഇൻസിഡൻറ്റ്സ് അതിൻ്റെ അകത്ത് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും കണക്റ്റ് ആവാത്ത പോലെ. ശരിക്കും സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു വീക്ക്നെസ് ആണ് സിനിമയെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്.
അല്ലാതെ നോക്കുവാണെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിലും പല ഫൈറ്റ് സീക്വൻസും ലോഡ്ജിലേക്കുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആൾക്കാരുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ജസ്റ്റ് ആ ഒരു സ്ക്രിപ്റ്റിംഗ് കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അടിപൊളി ത്രെഡാണ്. അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ മച്ച് ബെറ്റർ ആയേനെ. മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ മറ്റൊന്നാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.